ഹായ് ഫ്രണ്ട്സ്. ഇന്ന് റീലിൽ ഒരു 1 hour നേരത്തെയാണ്. കാര്യം എനിക്ക് ഏർലി മോർണിംഗ് ട്രാവൽ ഉള്ളതുകൊണ്ടാണ് നേരത്തെ ചെയ്യുന്നത്. നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയം 5:20 ഏർലി മോർണിംഗ്. ഇന്നലെ US മാർക്കറ്റ് ടോപ്പ് ട്രെൻഡിലാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 600 പോയിന്റ് മേളിൽ ക്ലോസ് ചെയ്തു. കാര്യം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇറാനുമായിട്ട് നെഗോസിയേഷൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തി എന്നുള്ള ട്രംപിൻ്റെ ഒരു ഡിക്ലറേഷൻ, വാർ ഏത് നിമിഷം വേണമെങ്കിലും ക്ലോസ് ചെയ്യാവുന്ന ഡിക്ലറേഷൻ്റെ പുറത്ത്. രണ്ടാമത്തെ കാര്യം, NVIDIA കൊടുത്ത എക്സെപ്ഷണൽ റിസൾട്ട്, കമ്പനിയുടെ ചരിത്രത്തിൽ വന്നത് ടോപ്പ് റിസൾട്ടാണ് NVIDIA കൊടുത്തത്. ഇത് രണ്ടുമാണ് ഇന്നലെ മാർക്കറ്റിനെ, വേൾഡ് മാർക്കറ്റിനെ ശരിക്കും പറഞ്ഞാൽ കുതിക്കാനുള്ള കാരണം. ഇന്നലെ US മാർക്കറ്റ്സ്. ഇന്നിപ്പോൾ US ഫീച്ചേഴ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്ലൈറ്റ് റെഡിലാണ്. കാര്യം ഇന്നലെ 600 പോയിന്റ് മേളിൽ പോയ മാർക്കറ്റാണ്. അപ്പം 100-120 പോയിന്റുള്ള റെഡിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ അത് റെഡ് കൂടുമോ അതോ ഗ്രീനിലേക്ക് വരുമോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ ഇവിടെ നീങ്ങിയാൽ പറയാൻ സാധിക്കത്തുള്ളൂ. ഏഷ്യൻ മാർക്കറ്റ്സ് എങ്ങും ഓപ്പൺ ആയിട്ടില്ല. ഏഷ്യൻ ഓപ്പണിംഗ് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല. ഏഷ്യൻ ഓപ്പൺ ചെയ്താൽ മാത്രമേ അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കത്തുള്ളൂ. ഇന്നലെ ഗിഫ്റ്റ് നിഫ്റ്റിയും ക്ലോസ് ചെയ്തത് ഫാന്റാസ്റ്റിക് ആയിട്ട് ക്ലോസ് ചെയ്ത് ഇന്നലെ ഏർലി മോർണിംഗ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കാര്യം US മാർക്കറ്റ് ചുവട് പിടിച്ചാണ് ഗിഫ്റ്റ് വെയിറ്റിംഗ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പം ഈ 5:20 മുതലുള്ള നെക്സ്റ്റ് 4 hours ന്യൂസ് ഫ്ലോ, പ്രത്യേകിച്ച് പ്രശ്നമായിട്ട് ന്യൂസ് ഫ്ലോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് റീസണബിളി വി ക്യാൻ എക്സ്പെക്ട് എ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്. പ്രത്യേകിച്ച് ഇമ്പടി റെസിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ റെസിസ്റ്റൻസിനെ ബ്രേക്കൗട്ട് ചെയ്യാൻ പോകാനുള്ള സാധ്യതകളുണ്ട്. സ്ട്രോങ് അല്ല എങ്കിൽ പ്രോഫിറ്റ് ബുക്കിലേക്ക് മാറുവാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കത്തില്ല ആ ബ്രേക്കൗട്ട് ക്യാൻഡിൽ എന്തുമാത്രം സ്ട്രോങ് ആവുന്ന കാര്യം. മാർക്കറ്റ് ന്യൂസ് ഫ്ലോ കൊണ്ട് മാത്രം പോകുന്നൊരു മാർക്കറ്റിലാണ് കഴിഞ്ഞ 3 മാസമായിട്ട് 2-2.5 മാസമായിട്ട് നമ്മളുള്ളത്. അപ്പം ഇനിയും 4 മണിക്കൂറുണ്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട്. എന്ത് ന്യൂസ് ഫ്ലോയിലേക്കാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് നമുക്കറിയില്ല. 4 മണിക്കൂറിനുള്ളിൽ തന്നെ എന്തെല്ലാം വ്യത്യാസങ്ങൾ വരുമെന്നുള്ള കാര്യം നമുക്ക് പ്രത്യേക നിശ്ചയങ്ങളൊന്നുമില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, ക്രൂഡ് ഓയിൽ ഇപ്പോഴും 5%, 5 to 5% ഡൗൺ ആണ്. അത് വലിയൊരു പ്ലസ് പോയിന്റ് ആണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. പക്ഷേ 4 മണിക്കൂറിൽ എന്ന് വെച്ചാൽ ഒരു ബിഗ് ടൈം ഫ്രെയിം ആണ്. ഇങ്ങനെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൽ എന്തെങ്കിലും US എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുവാണെങ്കിൽ മാർക്കറ്റിനെ പ്ലസ് ആയിട്ട് മൈനസ് ആയിട്ട് ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. എനിവേ, നമ്മുടെ മാർക്കറ്റ് റെസിസ്റ്റൻസിനോട് ചേർന്ന് നിൽക്കുകയാണ്. ബ്രേക്കൗട്ട് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ബ്രേക്കൗട്ട് സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ളത് നോക്കണം. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് മാത്രം കാര്യമില്ല, സസ്റ്റൈനബിലിറ്റി ആണ് ഏറ്റവും വലിയ കാര്യം. ആ സസ്റ്റൈനബിലിറ്റി ഡിസൈഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് വേൾഡ് മാർക്കറ്റ്സുമാണ്, US ഫ്യൂച്ചേഴ്സിന്റെ സ്റ്റെബിലിറ്റിയാണ്. ഇന്നലെ US ഫ്യൂച്ചർ ഡേറ്റ വിൽ കംപ്ലീറ്റ് സ്റ്റേബിൾ ആയിരുന്നു. അത് നമുക്ക് സ്റ്റേബിൾ ആണെന്നുള്ളതാണ്, സ്റ്റേബിൾ ആകുമോ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ചോദ്യം. നമുക്ക് കാത്തിരുന്ന് കാണാം.